അടുത്ത വരുമ്പോ നല്ല 2 വർത്താനം പറഞ്ഞേക്കണേ. ഈ രക്ഷിച്ചോളാന്ന് പറയാൻ ഒരാളുണ്ടെങ്കിലേ കേൾക്കുന്നവനതൊരു സുഖമാണല്ലോ, അതുകൊണ്ടാ. അപ്പൊ എന്റെ പ്രതീക്ഷയൊന്നും തെറ്റിയില്ല അല്ലേ? കോട്ടും ബിരുദവും സന്നദ്ധവും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. ഞാനിപ്പോ പൊടിക്കൊരു വക്കീലായി സിദ്ധു. നന്നായി, അങ്ങനെ തന്നെയാ വേണ്ടത്. ദേവികയുടെ ഭാഗം നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക്? നീതി ന്യായമൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടെന്ന്. ഒരു നിരപരാധിയെ എങ്ങനെയൊക്കെ കൊടുക്കാൻ ശ്രമിച്ചാലും നീതിയുടെ ദേവത അവരെ രക്ഷിച്ചിരിക്കും. അതാണ് അതിന്റെ ഒരു രീതി, നീതിശാസ്ത്രം. സർ, ഒരു മിനിറ്റ്. ശരത്തെ, നീ എന്നെ വേഗം പുറത്തിറക്കുള്ള വഴി നോക്ക്. പുറത്തിറങ്ങിയിട്ട് വേണം എന്നെ ഈ അവസ്ഥയാക്കിയവരോട് പകരം ചോദിക്കാൻ. നിന്റെ കാലം കഴിയാൻ പോകുന്നു എന്നതിന്റെ സൂചനയായത്. നിന്റെ നിരപരാധിത്വം നിനക്ക് കോടതി തെളിയിക്കാം. നീ നിരപരാധിയല്ലെന്ന് വാദിക്കാൻ എന്റെ വക്കീലും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കോടതി കാണാം. ഇപ്പൊ നീ ചെല്ല്, സബ് ജയിലും നിന്നെ കാത്തിരിപ്പുണ്ടാവും. നമുക്ക് കാണാവടി. ഓ, ഒന്ന് ഇവിടം കൊണ്ട് തീർന്ന് നീ കരുതണ്ട. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ആ, പോം. ഞാൻ ദേവികയെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. അപ്പൊ ഇവിടെ ആരാ ഉണ്ടാവുക? ഇനിയിപ്പോ ഇവിടെ എന്തിനാ ആള്? വിഷ്ണുവിന്റെ ജാമ്യം ആര് നോക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ അത് തെളിച്ചു പറയണ്ടേ? എനിക്കാണെങ്കിൽ അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ വക്കാലത്തെടുത്ത കേസാണല്ലോ അത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നെ അതൊട്ടാരും പഠിപ്പിക്കുകയും വേണ്ട. ജയിച്ചൊന്നും ആരും കരുതണ്ട. ഇവിടുന്ന് വിടുതൽ കിട്ടിയെന്ന് കരുതി അതാണ് അവസാന വാക്കെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാ. ഇതിനു മുകളിലും കോടതികളുണ്ട്. കൃത്യവിലോപം നടത്തിയ നിന്നെ പോലൊരു ഉദ്യോഗസ്ഥയെ സർവീസിൽ വച്ചോണ്ടിരിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾ അവിടെ വാദിച്ചോളാം. വാദിച്ചോളൂ, വാദിച്ച് ജയിച്ചോളൂ. ഈ രാജ്യത്തെ എല്ലാവർക്കും അതിനുള്ള അവകാശം ഉണ്ടല്ലോ. നന്നാവാൻ നിനക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആയത്. നീ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? വിഷ്ണു പുറത്തിറങ്ങുന്ന ദിവസം തന്നെ ദേവിക അകത്ത് പോകുന്നതിൽ നിനക്ക് ഒരുപാട് സന്തോഷമാണെന്നല്ലേ? ഇപ്പോഴും സന്തോഷിക്കാലോ. ഒരു കൂട്ടുകാരൻ ഇറങ്ങുമ്പോ വേറൊരു കൂട്ടുകാരൻ അകത്തേക്ക് പോകുന്നു. ഇറങ്ങുന്നത് വെറും കൂട്ടുകാരനല്ല സിദ്ധു, അതിനേക്കാൾ ഒക്കെ മുകളിലാ വിഷ്ണുവിന്റെ സ്ഥാനമേ അല്ലേ ചന്ദ്രൻ? മനസ്സിലായില്ല. അല്ലെങ്കിലും നിനക്കതൊക്കെ മനസ്സിലാവാനേ കുറേ സമയമെടുക്കും. അപ്പോഴേക്കും വാദി പ്രതിയായിട്ടുണ്ടാവും. ഇപ്പൊ സംഭവിച്ചില്ലേ അതുപോലെ. സന്തോഷോ ഇതൊടുക്കത്തെ സന്തോഷായിരിക്കും. കേട്ടല്ലോ ശരത്ത് പറഞ്ഞത്. അവൻ തിരിച്ചു വരുന്നത് നിങ്ങളെ രണ്ടുപേരെ കൊല്ലാനുള്ള ദേഷ്യമായിട്ടായിരിക്കുന്നു. അതിനവൻ തിരിച്ചു വരുമോ? ജയിലിലോ? ഏതെങ്കിലും ഒരു ക്രിമിനല് കറിക്കരിയുന്ന കത്തിയെടുത്തൊരു ഒറ്റ കേറ്റം കയറ്റിയാലുണ്ടല്ലോ, അതോടെ തീരും നിന്റെ ശരത്ത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ശരത്ത് പുറത്തു വരും, നിങ്ങളോടൊക്കെ പ്രതികാരം ചെയ്യുകയും ചെയ്യും.